ഉണ്ണി എന്ന നിർമ്മാതാവിനെ പറ്റി വിഷ്ണു പറഞ്ഞു. അപ്പം ഉണ്ണിയിൽ നിന്ന് വരുന്ന അടുത്ത ഒരു സിനിമ ഏതായിരിക്കും? ബ്രൂസ്ലി ആയിരിക്കും, അത് മറ്റൊരു പുതുമുഖ ഏതെങ്കിലും സംവിധായകനെ? ഇമ്മീഡിയറ്റ് ഉണ്ണി മുന്തൻ ഫിലിംസ് നിർമ്മിക്കാൻ പോകുന്ന സിനിമ ബ്രൂസ്ലി ആയിരിക്കും. എന്നത്തേക്കായിരിക്കും ബ്രൂസ്ലി? നമ്മളൊരു ഐ തിങ്ക് ഒരു ഏപ്രിലൊക്കെ ഇമ്മീഡിയറ്റ്ലി. എൻ്റെ ഒരു തെലുങ്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനും സമയന്തയും ഷൂട്ട് ചെയ്യുന്ന ഒരു യശോദ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരുൺ ബോസിൻ്റെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഒരു ഷെഡ്യൂൾ കംപ്ലീറ്റ് ആവും. അങ്ങനെ 1-2 കൊച്ചു പടങ്ങളുണ്ട്. മധുപാൽ സാറിൻ്റെ ഒരു പടമുണ്ട്, അതെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് എല്ലാം ഇപ്പോൾ മേ ബി നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയിട്ടുള്ള സിനിമയാണെന്ന് തോന്നുന്നു. ബട്ട് ഒരു എൻ്റെ പ്രൊഡക്ഷനിൽ നിന്ന് വരുന്ന സിനിമ ഇതായിരിക്കും. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ട്, ഒരു പുതുമുഖ നായകനെ വെച്ചിട്ടൊരു ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ അത് എൻ്റർടൈനർ സിനിമ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്ക് നമ്മുടെ കമ്പനി കുറച്ചും കൂടി സോളിഡായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്കൊരു എക്സ്റ്റെൻസീവ് റിസ്ക് എടുത്തിട്ട്, ബിക്കോസ് ഇപ്പോൾ ഒരു പുതിയൊരു എനിക്കറിയാം, എന്നെ വെച്ച് മല്ലു സിംഗ് ചെയ്ത സമയത്ത് ആൻഡ്രൂ ചേട്ടനൊക്കെ ഭയങ്കര റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴാണ് ഞാൻ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങിയപ്പോൾ അതിൻ്റെ ആക്ച്വൽ റിയലൈസേഷൻ എന്താണെന്ന് സംഭവിച്ചതെന്ന് എനിക്ക് സിനിമയിൽ അങ്ങനെ ഒരു കണക്ഷനോ അങ്ങനെയൊന്നുമില്ല. കുറച്ച് പേര് വരുന്നു, സിനിമ എടുക്കാമെന്ന് പറയുന്നു, സിനിമ എടുക്കുന്നു, ഞാൻ അഭിനയിച്ചു പോയി, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ആക്ച്വൽ പ്രാക്ടിക്കൽ ഇഷ്യൂസൊക്കെ ഞാൻ പ്രൊഡക്ഷനിൽ സിനിമയിലെത്തിയപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷേ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഇറങ്ങി. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ എനിക്ക് തിരിച്ച് സിനിമയിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഒരു പുതിയൊരു ഹീറോനെ ഒരു അവസരം കൊടുക്കാൻ പറ്റുന്ന ലെവലിൽ എന്തെങ്കിലും കമ്പനിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതെൻ്റെ പേഴ്സണൽ ഒരു ആഗ്രഹമാണ്. ഞാൻ അങ്ങനെ വന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ണി മുന്തൻ ലോഞ്ച് ചെയ്യുന്നൊരു ഹീറോ വരട്ടെ. കേൾക്കുന്നവരിലായിരിക്കാം നാളെ ഞാൻ എന്തായാലും ചെയ്തിരിക്കും, അതിലിപ്പോൾ സംശയമില്ല. എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് സിനിമയിൽ ഞാൻ എല്ലാം ചെയ്യും. ഞാൻ സിനിമയിൽ നിന്ന് കിട്ടിയത് സിനിമയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കാന്നുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഉണ്ണിക്കല്ലേ? കമ്മിറ്റ്മെൻറ്റ് എന്നല്ല, അങ്ങനെയൊന്നുമല്ല, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതെനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ആയതുകൊണ്ടല്ല. എന്നിട്ട് നാളെ ഞാൻ അത് ചെയ്തില്ലെങ്കിൽ അയ്യോ ഒരു കമ്മിറ്റ്മെൻറ്റ് ഞാൻ പാലിച്ചില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് ഞാൻ ശ്രമിക്കും, അത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിൽ നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും, അതിനുവേണ്ടി ഒരു ശ്രമം ഞാൻ നടത്തുന്നതാണ് ഞാൻ പറയുന്നത്. സോ അത് അങ്ങനെ ഒരു ടാലൻറ്റഡായ ഒരു പയ്യൻ നമ്മളെ മീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ഉണ്ടാവട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. വളരെ നല്ലൊരു ഒരാളുടെ ലൈഫ് തിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു കാര്യം തന്നെയാണ്. അല്ല, ഇത് ആരും പിന്നെ വേറെ സംഭവമുണ്ട്, ഇത് ഞാനൊരാൾക്ക് ഇത് കൊടുത്തു ഇനി അയാൾ എനിക്ക് വേണ്ടി അങ്ങനെയൊന്നുമില്ല. ഇതെൻ്റെ വ്യക്തിപരമായ ഒരു ആഗ്രഹമാണ്. ഞാൻ എൻ്റെ കമ്പനിയിലൂടെ ഒരു പുതിയൊരാളെ വെച്ചിട്ട് സിനിമ ചെയ്യണം, ദാറ്റ്സ് ഇറ്റ്. അയാൾ എനിക്ക് വേണ്ടി ഇനി പിന്നീട് സിനിമകൾ ചെയ്താൽ ഞാൻ അങ്ങനത്തെ ഒരു എക്സ്പെക്റ്റേഷൻ ഒന്നും വയ്ക്കുന്നത്. ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു ആഗ്രഹമാണ്. പിന്നെ എനിക്ക് സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ട്, അത് ഞാൻ ചെയ്യും. അങ്ങനത്തെ പല കൊച്ചു വലിയ ആഗ്രഹങ്ങളുണ്ട്. ഈ കോവിഡ് വന്നപ്പോൾ ഞാൻ തീർത്ത് കുറേ വർഷങ്ങളും ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് 4 വർഷം കഴിഞ്ഞിട്ടാണ് അത് സിനിമയായി വരുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ മെൻ്റൽ സ്ട്രെയിൻ വേറെയാണ്. പക്ഷേ അതിൻ്റെ നല്ല കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര പ്രിപ്പയർഡ് ആയിരുന്നു, ഭയങ്കര അഗ്രസീവായിട്ടാണ് ആ സിനിമ അപ്രോച്ച് ചെയ്തത്. ദാറ്റ് ഈസ് നമുക്ക് അറ്റ്ലീസ്റ്റ് എനിക്കും വിഷ്ണുവിന് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഈ സിനിമ അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന്, അറ്റ്ലീസ്റ്റ് അത് നമുക്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ആ ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ സംസാരിക്കുന്നത്.